PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 233/2023. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ആരാണ്? ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. രണ്ടാമത്തെ ചോദ്യം, കേരളസിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? കേരളസിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, സർദാർ KM പണിക്കർ. മൂന്നാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, K ശിവൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ISRO ചെയർമാൻ S സോമനാഥാണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സാമൂഹ്യശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഇന്ത്യയിൽ സോഷ്യോളജി എന്ന പഠനശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി, ബോംബെ യൂണിവേഴ്സിറ്റി. അഞ്ചാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ആറാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ എ, അരവിന്ദ് പനഗരിയ. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ചരക്കുസേവന നികുതി നിലവിൽ വന്നത് എപ്പോൾ? ഇന്ത്യയിൽ GST നിലവിൽ വന്നത് എപ്പോൾ? ഉത്തരം ഓപ്ഷൻ സി, ജൂലൈ 1, 2017. എട്ടാമത്തെ ചോദ്യം, 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഒൻപതാമത്തെ ചോദ്യം, ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ആര്? ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നീരജ് ചോപ്ര. പത്താമത്തെ ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, ഉണർവ്. 11ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മൗണ്ട് K2. 13ാമത്തെ ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഗോദാവരി. 14ാമത്തെ ചോദ്യം, കോട്ടോണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏതാണ്? കോട്ടോണോപോളിസ് എന്ന് വിശേഷിക്കപ്പെടുന്ന നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ സി, മുംബൈ. 15ാമത്തെ ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏതാണ്? കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏത്? ഉത്തരം ഓപ്ഷൻ സി, ദേശീയ ജലപാത 3. 16ാമത്തെ ചോദ്യം, താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ, മഹാരാഷ്ട്ര. 17ാമത്തെ ചോദ്യം, പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ സി, കൽക്കരി. ബാക്കിയൊക്കെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. സൗരോർജം, വേലിയോർജം, ജൈവവാതകം എന്നിവയൊക്കെ. 18ാമത്തെ ചോദ്യം, പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്?
പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യൻ അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനി. 19ാമത് ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഡിഗ്ബോയ്. 20ാമത് ചോദ്യം, ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഉപദ്വീപീയ പീഠഭൂമി. 21ാമത് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം. 22ാമത് ചോദ്യം, ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഭാഗം 4A. 23ാമത് ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ്? ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വെള്ള. 24ാമത് ചോദ്യം, 1950 ജനുവരി 24-ന് ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏതു ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? 1950 ജനുവരി 24-ന് ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏതു ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഉത്തരം ഓപ്ഷൻ എ ഹിന്ദി. 25ാമത് ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? ഉത്തരം ഓപ്ഷൻ ബി വന്ദേ മാതരം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം രചിച്ചത്. 26ാമത് ചോദ്യം, ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏതാണ്? ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി 1993. 27ാമത് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. ഇത് ശരിയാണ്. 2005 ഒക്ടോബർ 12-നാണ് നിലവിൽ വന്നത്. പിന്നെ പറയുന്നത് വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ച സംഘടനയാണ് ഉത്തർപ്രദേശിലെ കിസാൻ ശക്തി മോർച്ച. അത് തെറ്റാണ്. വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്നാണ്. പിന്നെ ഡി മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കുറയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. വിവരാവകാശ കമ്മീഷണറും 10-ൽ കൂടാതെ അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും എന്നതാണ് വേണ്ടത്. 28ാമത് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. 29ാമത് ചോദ്യം, തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി 1955. 30ാമത് ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം വി രാമസുബ്രഹ്മണ്യൻ. 31ാമത് ചോദ്യം, ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. അത് ഭഗത് സിംഗ് അല്ല. മോത്തിലാൽ നെഹ്റുവും CR ദാസുമാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തത്. 2. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. അത് ശരിയാണ്. 3. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1 മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. 32ാമത് ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 1. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അത് ശരിയാണ്. 2. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു. അതും തെറ്റാണ്. 3. ബ്രിട്ടീഷ് സർക്കാർ സ്റ്റാൻഫോർഡ് ക്രിപ്സിന്
കീഴിൽ ഒരു ദൗത്യ സംഘം ഇന്ത്യയിലേക്ക് അയച്ചു. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. 33ാമത് ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? 1. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. അത് ശരിയാണ്. 2. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അതും ശരിയാണ്. 3. ആസാദിൻ്റെ പുസ്തകം ഇന്ത്യ വിൻസ് ഫ്രീഡം. അതും ശരിയാണ്. 4. നെയ് താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. അത് തെറ്റാണ്. നെയ് താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തത് ഗാന്ധിജിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 34ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 3 മാത്രം. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ. 35ാമത് ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായി യോജിക്കാത്തവ കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. 36ാമത്തെ ചോദ്യം, ശരിയായ ജോഡികൾ കണ്ടെത്തുക. ശരിയായ ജോഡികൾ കണ്ടെത്തുക. തന്നിരിക്കുന്നത് പത്രങ്ങളും അവയുടെ സ്ഥാപകരുമാണ്. 1. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. അത് ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ലാലാ ലജ്പത് റായ്. അത് തെറ്റാണ്. ദാദാഭായ് നവറോജിയാണ്. 3. വന്ദേ മാതരം ദാദാഭായ് നവറോജി. അതും തെറ്റാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. 4. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. 1ഉം 4ഉമാണ് ശരിയായ ജോഡികൾ. 37ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ ശരിയായ ജോഡി കണ്ടെത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. 1. ഗദ്ദർ പാർട്ടി ചന്ദ്രശേഖർ ആസാദ്. അത് തെറ്റാണ്. ലാലാ ഹർദയാലാണ് ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത്. 2. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CR ദാസ് മോത്തിലാൽ നെഹ്റു. അതും തെറ്റാണ്. 3. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ്. അത് ശരിയാണ്. AITUC അതായത് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചത് MN ജോഷി ലാലാ ലജ്പത് റായ്. അത് ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 38ാമത് ചോദ്യം, ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായിരുന്ന തകർച്ച സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. 2. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. 3. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. അതും ശരിയാണ്. 4. INCയുടെ ആദ്യ പ്രസിഡന്റ്. അത് തെറ്റാണ്. INCയുടെ ആദ്യ പ്രസിഡന്റ് WC ബോണർജിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 39ാമത് ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. അത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ് തന്നിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. 2. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലയാർ കമ്മീഷൻ. അത് ശരിയാണ്. 3. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. അതും ശരിയാണ്. 4. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം. അത് ഇവിടെ തന്നിട്ടുള്ളത് തെറ്റാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരണം.
ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. 40ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 1. അരുണ അസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവ പ്രവർത്തക. അത് ശരിയാണ്. 2. മാഡം ഭിക്കാജി കാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തി. 3. പണ്ഡിത രമാഭായ് ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. താഴെ പറയുന്ന വസ്തുതകൾ ശരിയായത് കണ്ടെത്തുക. 1. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. അത് ശരിയാണ്. 2. 788 ശങ്കരാചാര്യൻ ജനിക്കുന്നു. അതും ശരിയാണ്. 3. 1553 കൂനൻ കുരിശു സത്യം. അത് തെറ്റാണ്. 1653 കൂനൻ കുരിശു സത്യം നടന്നത്. 4. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസരീസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്തു. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. 42ാമത്തെ ചോദ്യം, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 1. തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. അത് ശരിയാണ്. 2. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല തിരുവനന്തപുരമാണ്. അത് തെറ്റാണ്. മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല. 3. സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. അത് ശരിയാണ്. 4. കേരളത്തിലെ ഏക കന്റോൺമെൻറ്റ് കണ്ണൂർ. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 2 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 43ാമത്തെ ചോദ്യം, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം. 2. വേമ്പനാട്ട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. 3. നീണ്ടകര അഴിമുഖം അഷ്ടമുടി കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. 44ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. 1. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. 2. അറബിക്കടലിൽ പതിക്കുന്ന ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇടമലയാർ, മുതിരപ്പുഴ. അത് തെറ്റാണ്. ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ എന്നിവ. 3. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പ നദി വേമ്പനാട്ടു കായലിൽ പതിക്കുന്നു. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. 45ാമത്തെ ചോദ്യം, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. 2. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം കാനഡ. അത് തെറ്റാണ്. ചൈനയാണ് സഹായം നൽകുന്ന രാജ്യം. 3. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. അതും തെറ്റാണ്. കുറ്റ്യാടിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദനശേഷി 780 MW. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 46ാമത്തെ ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ പറ്റി തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അത് തെറ്റാണ്. പറമ്പിക്കുളമല്ല, പെരിയാർ വന്യജീവി സങ്കേതം. 2. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. അത് ശരിയാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. അത് തെറ്റാണ്.
പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത്. 4. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 3 തെറ്റായിട്ടുള്ള പ്രസ്താവന. 47ാമത്തെ ചോദ്യം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. അത് തെറ്റാണ്. സൈലന്റ് വാലിയാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനം. 2. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അത് ശരിയാണ്. 3. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. അതും ശരി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 ശരിയായ പ്രസ്താവന. 48ാമത്തെ ചോദ്യം കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തി. അത് തെറ്റാണ്. കരിമീനാണ് ഔദ്യോഗിക മത്സ്യം. 2. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. അത് ശരിയാണ്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമാണ് ജെൻകോ. അതും ശരിയാണ്. കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല KUFOS തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. യോജിക്കാത്ത പ്രസ്താവന 1, 4 ഉത്തരം ഓപ്ഷൻ എ. 49ാമത്തെ ചോദ്യം ഗോദവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. 2. ഒക്ടോബർ 13 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. 3. കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിനു വേണ്ടി യത്നിച്ചു. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 50ാമത്തെ ചോദ്യം ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഷൈനി വിൽസൺ. അത് തെറ്റാണ്. PT ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത. 2. ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ്. 3. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റ്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. അതും ശരിയാണ്. ശരിയായ പ്രസ്താവന 2, 3 ഉത്തരം ഓപ്ഷൻ ബി. 51ാമത്തെ ചോദ്യം മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മന്നത്ത് പത്മനാഭനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ്. 2. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. 3. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. 4. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവാണ്. അത് തെറ്റാണ്. C. കേശവനാണ് 1937 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 ശരിയായ പ്രസ്താവനകൾ. 52ാമത്തെ ചോദ്യം കുമാരഗുരുവിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കുമാരഗുരുവിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. 2. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. 3. യാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതും ശരിയാണ്. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. അത് തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 53ാമത്തെ ചോദ്യം VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം. ഘോഷ ബഹിഷ്കരിക്കണം. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു. മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി. 54ാമത്തെ ചോദ്യം പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക. സമത്വ സമാജം സ്ഥാപിച്ചത് KP കറുപ്പനല്ല. അരയ സമാജം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3, 4 ശരിയായിട്ടുള്ളത്.
55-ാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. അരുവിപ്പുറം പ്രതിഷ്ഠ 1888-ലാണ്. ടാഗോറിൻ്റെ സന്ദർശനം 1922-ലാണ്. ഗാന്ധിജിയുടെ സന്ദർശനം 1925-ലാണ്. ഗുരുവിൻ്റെ സമാധി 1928-ലാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 56-ാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ചട്ടമ്പി സ്വാമികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. 1892 സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ചു. 2. ചട്ടമ്പി സ്വാമികൾ രചിച്ച നവമഞ്ജരി ശ്രീനാരായണ ഗുരുവിന് സമർപ്പിച്ചു. അത് തെറ്റാണ്. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചു എന്നാണ് വേണ്ടത്. 3. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ എന്നിവരുടെ ഗുരുവായിരുന്നു തൈക്കാടയ്യ ഗുരു. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. 57-ാമത്തെ ചോദ്യം അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 1. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടന്നത് 1915 എന്നാണ് തന്നിട്ടുള്ളത്. 1893 വില്ലുവണ്ടി സമരം നടന്നത്. കല്ലുമാല സമരം നടത്തിയത് 1893 എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. 1915 കല്ലുമാല സമരം. 3. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. 4. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3, 4 ശരിയായിട്ടുള്ള ഉത്തരം. 58-ാമത്തെ ചോദ്യം തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1891 ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ സ്ഥാപിച്ചു. അത് തെറ്റാണ്. 1896 ഈഴവ മെമ്മോറിയൽ. 2. 1896 ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ. അത് തെറ്റാണ്. 1891 ബാരിസ്റ്റർ G.P. പിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ. 3. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. അത് ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ 3 മാത്രമാണ്. ഉത്തരം ഓപ്ഷൻ സി. 59-ാമത്തെ ചോദ്യം അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. അക്കാമ ചെറിയാനുമായി സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 1. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. 2. തിരുവനന്തപുരത്തെ ജവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിക്കപ്പെടുന്നു. അക്കാമ ചെറിയാൻ്റെ ആത്മകഥ ജീവിതം ഒരു സമരം. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 60-ാമത്തെ ചോദ്യം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. 61-ാമത്തെ ചോദ്യം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു? ഉത്തരം ഓപ്ഷൻ ബി 20%. 62-ാമത്തെ ചോദ്യം സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ റിക്കറ്റ്സിയ. 63-ാമത്തെ ചോദ്യം മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ച്? ഉത്തരം ഓപ്ഷൻ ഡി കരൾ. 64-ാമത്തെ ചോദ്യം ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിൻ്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ നൈട്രജൻ. 65-ാമത്തെ ചോദ്യം
പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ഉത്തരം ഓപ്ഷൻ സി, ജലം. 66-ാമത്തെ ചോദ്യം, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏതാണ്? കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ടൈഫോയിഡ്. വട്ടച്ചൊറി ഫംഗസ് രോഗമാണ്. എയ്ഡ്സ് വൈറസ് രോഗമാണ്. അഞ്ചാം പനിയും വൈറസ് രോഗമാണ്. 67-ാമത്തെ ചോദ്യം, കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ്? കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, തട്ടേക്കാട്. 68-ാമത്തെ ചോദ്യം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. 69-ാമത്തെ ചോദ്യം, സങ്കരയിനം നെല്ലിന് ഉദാഹരണം ഏതാണ്? സങ്കരയിനം നെല്ലിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, അന്നപൂർണ. 70-ാമത്തെ ചോദ്യം, പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഏതാണ്? പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, റൈസോബിയം. 71-ാമത്തെ ചോദ്യം, ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക. ആറ്റത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4. ആറ്റത്തിൻ്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ് ഉള്ളത്. 72-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഉത്തരം ഓപ്ഷൻ ഡി, സിങ്ക്. 73-ാമത്തെ ചോദ്യം, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. 1. ത്രികങ്ങൾ ഡൊബറൈനർ. അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സ്. അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മെൻഡലീവ്. അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 74-ാമത്തെ ചോദ്യം, ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകം ആണ്? ഉത്തരം ഓപ്ഷൻ എ, ഹൈഡ്രജൻ. 75-ാമത്തെ ചോദ്യം, ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. ചില ആസിഡുകളുടെ ഉപയോഗം താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നു. ടാനിക് ആസിഡ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണം. അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം. അതാണ് തെറ്റായിട്ടുള്ളത്. രാസവളങ്ങളുടെ നിർമ്മാണത്തിന് നൈട്രിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. ഡി, സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ കേടു സൂക്ഷിക്കാൻ. ഇതിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 76-ാമത്തെ ചോദ്യം, സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, അൾട്രാസോണിക്. 77-ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, സ്ഥിതികോർജം. 78-ാമത്തെ ചോദ്യം, പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേര് എന്താണ്? പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, പ്രകീർണനം. 79-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഊഷ്മാവിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പാസ്കൽ.
80ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം എന്ത്? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രവേഗം. ഈ വീഡിയോയിൽ 80 ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.